ജൂൺ 21 വെള്ളിയാഴ്ച. മത്തായി 6:19 മുതൽ 23 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ടെക്സാസിലെ ഒരു മനുഷ്യൻ സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം കാലിഫോർണിയയിലേക്ക് താമസം മാറ്റാൻ തീരുമാനിച്ചു. അവിടെ തനിക്ക് കൂടുതൽ പണം സമ്പാദിക്കാം എന്ന് കരുതി. തൻ്റെ സ്വത്ത് വിൽക്കുവാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഒടുവിൽ വളരെ ചെറിയ ഒരു തുകയ്ക്ക് വിറ്റ് കാലിഫോർണിയയിലേക്ക് പോയി. ഇയാളുടെ സ്ഥലം വാങ്ങിച്ച വ്യക്തി ആ ഭൂമിയിൽ എണ്ണ കണ്ടെത്തി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഒരു കോടീശ്വരനായി തീർന്നു. സമ്പത്ത് തേടി ദൂരേക്ക് നോക്കിയ കർഷകന് അവൻ്റെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരം അവൻ്റെ കാൽക്കീഴിൽ തന്നെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാതെ നമ്മൾ അവ ഉപേക്ഷിക്കാറുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലെ യേശു പറയുന്നു, ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി സ്വത്ത് സ്വരൂപിക്കാതിരിക്കുക എന്ന്. രണ്ട് തരത്തിലുള്ള സ്വത്തുക്കളുണ്ട്. ഒന്ന്, ഈ ഭൂമിയിൽ മാത്രം ഉപയോഗിക്കാവുന്ന ഭൗമിക സ്വത്തുക്കൾ. അത് പിന്നീട് നമ്മിൽ നിന്ന് എടുക്കപ്പെടുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്യും. രണ്ട്, സ്വർഗീയ സ്വത്ത്. അത് ജീവിതകാലം മുഴുവൻ മാത്രമല്ല, നിത്യതയിലും നിലനിൽക്കും. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങളുടെ പക്കൽ ഏതു തരം നിധിയാണുള്ളത്? നമ്മുടെ ഭൗമിക വസ്തുക്കൾ മോഷണം കൊണ്ടോ ജീർണത കൊണ്ടോ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അവയോട് മടുപ്പ് തോന്നാം. നാം മരിക്കുന്ന ദിവസം ഈ ഭൂമിയിലെ നമ്മുടെ എല്ലാ നിധികളും നാം ഉപേക്ഷിക്കേണ്ടി വരും. നമുക്ക് അവ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനോ നരകത്തിലേക്ക് കൊണ്ടുപോകാനോ കഴിവില്ല. യേശുവിൻ്റെ ആഗ്രഹം നമ്മുടെ സ്വത്തുക്കൾ ശാശ്വതമായതും ഒരിക്കലും നശിക്കാത്തവയും ആയിരിക്കണം എന്നാണ്. അത് ദൈവ സ്നേഹത്തിൻ്റെ കൃപയും ദാനവുമാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചത് സ്നേഹത്തിനു വേണ്ടിയാണ്. ദൈവത്തോടുള്ള സ്നേഹവും മറ്റു മനുഷ്യരോടുള്ള സ്നേഹവും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു മറ്റൊരു കാര്യം പറയുന്നത്, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് എന്നാണ്. പലപ്പോഴും ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം കാണുന്നില്ല. ഭൗമ്യ ജീവിതത്തിലെ നല്ലത് മാത്രമേ നാം കാണുന്നുള്ളൂ. അത്യാവശ്യമായത് കാണാൻ ഒന്നുകിൽ നമ്മൾ വിസമ്മതിക്കുന്നു, അല്ലെങ്കിൽ അവ അവഗണിക്കുന്നു. നാം കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ ഹൃദയം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ കാര്യങ്ങൾ അത്ര പ്രധാനമല്ലെന്ന് നമുക്ക് മനസ്സിലാകും. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സൃഷ്ടാവുമായും പിന്നെ സഹജീവികളുമായുള്ള നല്ല ബന്ധമാണ്. നല്ലതും സത്യവും മനോഹരവുമായത് എന്താണെന്ന് കാണാൻ നമ്മുടെ കണ്ണുകൾ ഉപയോഗിക്കുമ്പോൾ, നമ്മളിലും മറ്റുള്ളവരിലുമുള്ള സൗന്ദര്യം അല്ലെങ്കിൽ സൃഷ്ടിയുടെ സൗന്ദര്യം കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് യേശു നൽകുന്ന സമാധാനം കൈവരിക്കാനാകും. അപ്പോൾ നമ്മുടെ കാഴ്ച ശരിയായിട്ടുള്ളതാണെന്ന് പറയാം.
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.